പിണറായി വിജയൻ ഉണ്ടായിരുന്നെങ്കിൽ പ്രളയത്തെ അങ്ങ് പിടിച്ചു നിർത്തിയേനെ. വി.ഡി. സതീശനെ കൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ല. ഇതിപ്പോ ഈ അന്തം കമ്മികൾ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. ഒരു 6 മണിയാകുമ്പോൾ പിണറായി വിജയൻ ഇപ്പോൾ പ്രസ് മീറ്റ് വന്ന് ഞങ്ങളെ കൂടെ ചേർത്ത് നിർത്തിയേനെ. ഇപ്പോൾ സതീശൻ അതൊന്നും ചെയ്യുന്നില്ല. പിണറായി വിജയൻ ശരിക്കും വരാം സൂപ്പർമാൻ വല്ലതും ആണോ ഇങ്ങനെ പ്രളയത്തെയൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്? 2018-ലും 2019-ലും കേരളത്തിലെ പ്രളയം നടക്കുമ്പോൾ എന്തായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഗവൺമെൻറ് മാറി എന്നുള്ളതല്ലാതെ ഇവിടെ UDF മാറി വന്നതുകൊണ്ട് പ്രത്യേകിച്ച് അതിനെന്തെങ്കിലും വ്യത്യാസം വന്നോ എന്നുള്ളത് അറിയില്ല. യാതൊരു സാധ്യതയും അതിനില്ല. ഈ ഗവൺമെൻറ് വന്നപ്പോൾ പത്രസമ്മേളനം നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ട പ്രശ്നം. പ്രളയ സാധ്യതകൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ അതിനുള്ള പ്രതിവിധികളോ സാധാരണക്കാരായിട്ട് ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനായിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ ആറന്മുള പോലെയുള്ള പ്രദേശങ്ങൾ, പത്തനംതിട്ട ജില്ലയിലെ റാന്നി പോലെയുള്ള പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, ഇടുക്കി ജില്ലകളൊക്കെ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ആലപ്പുഴ അടക്കമുള്ള ജില്ലകൾ. സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ ശക്തമായി പ്രവർത്തിക്കുക എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിൽ പ്രളയത്തെ തടഞ്ഞു നിർത്തുക എന്നുള്ളത് അത്ര ഈസിയായ പ്രക്രിയയല്ല. കാരണം 2018-ലും 2019-ലും ഒക്കെ പ്രളയമുണ്ടായത് മനുഷ്യനിർമ്മിത പ്രളയമാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വരെ റിപ്പോർട്ട് വരികയും ഒക്കെ ചെയ്ത കാര്യങ്ങളാണ്. അതായത് കെടുകാര്യസ്ഥത കൊണ്ട് മന്ത്രിമാർ തീരുമാനമെടുക്കേണ്ട സമയത്ത് തീരുമാനമെടുക്കാതെ, ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി നടപടികൾ സ്വീകരിക്കാതെ ഉണ്ടായിട്ടുള്ള ഒരു മനുഷ്യനിർമ്മിത പ്രളയത്തിൻ്റെ ബാക്കി പത്രമായിരുന്നു 2018-ലെല്ലാം നമ്മൾ കണ്ടത്. കേരളം മുഴുവൻ മുങ്ങിപ്പോവുകയും കേരളത്തിൽ വലിയ കെടുതികൾ അനുഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ, ജീവഹാനി ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജീവഹാനി ഉണ്ടായി എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും സംഭവിച്ചത് ആ കാലഘട്ടത്തിലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഒരു പ്രളയ മുന്നറിയിപ്പ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ അടിസ്ഥാന മാനദണ്ഡങ്ങൾ, ഇപ്പോൾ ഒറീസ പോലെയുള്ള സംസ്ഥാനങ്ങൾ 1970-കൾ 80-കൾ കാലഘട്ടങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ആസാമിലെ വെള്ളപ്പൊക്കം, ഒറീസയിലെ വെള്ളപ്പൊക്കം, ആന്ധ്രാപ്രദേശിലെ വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സഹായം ചോദിച്ച് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ വരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. നമ്മളൊക്കെ കുട്ടികളായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ, സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ അതൊരു പ്രധാനപ്പെട്ട കാഴ്ചയായിരുന്നു. അത് ഈ ഉത്തരാഖണ്ഡിലായിരുന്നു തോന്നുന്നു. ഉത്തരാഖണ്ഡിൽ ഉരുൾപൊട്ടിയിട്ട് ഞാനൊക്കെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അന്ന് ഈ തുണിക്കൊക്കെ വേണ്ടിയിട്ട്, വസ്ത്രങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ആ കാലഘട്ടങ്ങളിൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വസ്ത്രങ്ങൾ ശേഖരിക്കുക, ആഹാര സാധനങ്ങൾ ശേഖരിക്കുക, അല്ലെങ്കിൽ പണം ശേഖരിക്കുക, ഇതിനൊക്കെ വേണ്ടി ആളുകൾ ഇങ്ങോട്ട് വരികയും അങ്ങോട്ടൊക്കെ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വലിയൊരു സാമൂഹ്യ പ്രക്രിയ നടന്ന കാലഘട്ടങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ 80-കളുടെ കാലഘട്ടത്തിലൊക്കെ കേരളം വലിയ 90-കളിൽ വരെ കേരളം വലിയ സുരക്ഷിത സംസ്ഥാനമായിരുന്നു. മണ്ണിടിച്ചിലിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രളയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ. ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള ഒരു പ്രളയത്തിനപ്പുറത്തേക്ക് കേരളത്തിൽ അങ്ങനെ ഒരു പ്രളയ കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഒരു 80-90 വർഷങ്ങൾക്ക് മുൻപൊക്കെ ഉണ്ടായിട്ടുള്ള പദ്ധതികൾ, പ്രശ്നങ്ങൾ മാത്രമാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെയൊക്കെ തലമുറകൾക്ക് മുൻപുള്ള തലമുറയിൽ ഉണ്ടായിട്ടുള്ള പ്രളയമാണ് കേരളത്തിൽ കണ്ടിട്ടുള്ളത്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങനെയല്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പലതും പ്രളയക്കെടുതി അനുഭവിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളാണ്. ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും അതുണ്ട്. പക്ഷേ ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഒറീസ, ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ, ബീഹാറും ഒറീസയൊക്കെ ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന പല സാമൂഹികമായും സാമ്പത്തികമായും ഒക്കെ അവശതകൾ അനുഭവിക്കുന്ന സമൂഹങ്ങൾ ജീവിക്കുന്ന ഒരു സംസ്ഥാനങ്ങളായിരുന്നു. അവിടെയൊക്കെ വളരെ കൃത്യമായിട്ടുള്ള മാനേജ്മെൻറ്റുകൾ കൊണ്ട് 50,000-ഉം 1,00,000-ഉം ഒക്കെ ആളുകൾ മരിച്ചിരുന്ന പ്രളയക്കെടുതിയുടെ കാലഘട്ടത്തിൽ നിന്ന് അവർക്ക് 2 അക്ക സംഖ്യയിലേക്കും അതിൻ്റെ താഴത്തേക്കും ഒറ്റ സംഖ്യയിലേക്കുമൊക്കെ ഒരു വലിയ പ്രളയം വന്നാൽ പോലും അവരുടെ മരണസംഖ്യ കുറക്കാൻ കഴിയുന്ന തരത്തിൽ വളരെ വിദഗ്ധമായിട്ടുള്ള മാനേജ്മെൻറ്റുകൾ, അത് പുഴകളുടെ കാര്യത്തിലാണെങ്കിലും ഡാമുകളുടെ കാര്യത്തിലാണെങ്കിലും വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു മഴക്കെടുതി ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണം, അല്ലെങ്കിൽ അത് ഉണ്ടാകാതിരിക്കാൻ എന്ത് പ്രതിവിധി ചെയ്യണം എന്നുള്ളതിൽ ആ സംസ്ഥാനങ്ങൾ വളരെയേറെ മുന്നോട്ട് പോയി. അല്ല, പിണറായി വിജയനെ നമുക്ക് തള്ളിക്കളയരുത്. 2018 പ്രളയത്തിന് ശേഷം ഇദ്ദേഹം നെതർലാൻഡിലേക്ക് പഠനം നടത്താനായിട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു. കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് പ്രളയത്തെ എങ്ങനെ തടഞ്ഞു നിർത്താം, ഇനി എന്താ റൂം ഫോർ റിവർ, ഇത്തരത്തിലായിരുന്നു ഇദ്ദേഹം നെതർലാൻഡിലേക്ക് പോയത്. അങ്ങനെ പോയിട്ടാണ് ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡില്ലേ, അത് ഒരിക്കലും മുങ്ങാത്ത റോഡെന്ന രീതിയിൽ നവീകരണം നടത്തിയത്. അതിപ്പോൾ വെള്ളത്തിലാണ്. 800 കോടി രൂപയായിരുന്നു. ആ പദ്ധതി, റൂം ഫോർ റിവർ എന്ന് പറയുന്ന പദ്ധതി തന്നെ അപ്രായോഗികമായി കേരളത്തിൽ നടപ്പാക്കപ്പെടാതെ പോയ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. അതിനുവേണ്ടി ചില നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടാവും.
പക്ഷേ എങ്കിൽ പോലും അതുകൊണ്ടൊന്നും കേരളത്തിലെ പ്രതിവിധി ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ടുകൾ സമർപ്പിച്ചപ്പോൾ കേരളത്തിലെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണങ്ങളെ സംബന്ധിച്ചും വന കയ്യേറ്റത്തെ സംബന്ധിച്ചും വനനശീകരണത്തെ സംബന്ധിച്ചും എങ്ങനെയാണ് പശ്ചിമഘട്ടം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടത്, കേരളത്തിൽ എന്തുകൊണ്ടാണ് പശ്ചിമഘട്ടത്തിന് ഇത്രയും പ്രാധാന്യമുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചുമൊക്കെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. അതിൽ ചില സാമൂഹിക സംഘടനകളുടെ, സാമുദായിക സംഘടനകളുടെ, രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഇടപെടലിൻ്റെ ഫലമായി, അതല്ലെങ്കിൽ അനാവശ്യമായ ഇടപെടലിൻ്റെ ഫലമായി ചില മാറ്റങ്ങൾ വരുത്തുകയും മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പാക്കാൻ പറ്റാതെ വരികയും പിന്നീട് കസ്തൂരിരംഗൻ റിപ്പോർട്ട് വരികയും ഒക്കെ ചെയ്തു. അതൊക്കെ പ്രായോഗികമായി നടപ്പാക്കേണ്ടുന്ന പല പദ്ധതികളും നിർദ്ദേശങ്ങളും ഒക്കെ നടപ്പാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അത് സർക്കാരുകൾക്ക് അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഫലമായി പലപ്പോഴും UDF ആണെങ്കിലും LDF ആണെങ്കിലും ആ കാര്യത്തിൽ ഒരു മലക്കം മറിച്ചിൽ നടത്തുകയും അതിൽ കൃത്യമായി നടപടികൾ എടുക്കാൻ കഴിയാതെ മുന്നോട്ട് പോവുകയും ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ആലപ്പുഴ ജില്ലയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ജില്ലകളിൽ പ്രളയം ഉണ്ടാകാനോ അല്ലെങ്കിൽ വെള്ളം കൂടുതൽ കയറാനുള്ള, എറണാകുളം ജില്ലയിലെ ചില പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മറ്റ് പല ജില്ലകളും, നമ്മളിപ്പോൾ കാണുന്ന പ്രളയം കാണുന്ന പല ജില്ലകളും, മണ്ണിടിച്ചിൽ കാണുന്ന പല ജില്ലകളുമൊക്കെ ഒരു 90കളിലും 2000ത്തിലും ഒക്കെ തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്ന് കേരളം വിചാരിച്ചിരുന്ന പ്രദേശങ്ങളാണ്. ഇപ്പോൾ വയനാട് പോലെയുള്ള പ്രദേശങ്ങൾ, മലപ്പുറം ജില്ല പോലെയുള്ള പ്രദേശങ്ങൾ, ഇടുക്കിയിലെ പല പ്രദേശങ്ങളുമൊക്കെ ആ തരത്തിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നു. പ്രളയം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ജില്ലയായി പത്തനംതിട്ട മാറിയിരിക്കുകയാണ്. മറ്റ് ഏറ്റവും കൂടുതൽ പ്രളയം ബാധിക്കുന്ന ജില്ലയായി പത്തനംതിട്ട മാറിയിരിക്കുകയാണ്. അപ്പം പുഴകളുടെ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡാമുകളുടെ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇത്രയേറെ അലംഭാവം കാണിക്കുന്ന അല്ലെങ്കിൽ ഇത്രയേറെ നിരുത്തരവാദപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സംസ്ഥാനം വേറെയില്ല. അത് LDF UDF ആണല്ലോ മാറി മാറി ഭരിക്കുന്നത്. അവർ ഏതെങ്കിലും തരത്തിൽ തീരുമാനമെടുത്ത്, ഭരണപരമായി തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ അതിന് പരിഹാരമുണ്ടാകൂ. അങ്ങനെയുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതി എന്തായിരുന്നു? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ എല്ലാ ദിവസവും 6 മണിക്ക് പത്രസമ്മേളനം നടത്തും. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പ്രധാനമായിട്ടും എന്താ വിവരിക്കുക? ഓരോ സംഘടനകൾ തന്നിട്ടുള്ള സംഭാവനയെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ ആ തരത്തിൽ സർക്കാർ നടത്തുന്നു എന്ന് പറയുന്ന ചില പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളോട് പറയുന്നു. പത്രസമ്മേളനം അവസാനിപ്പിക്കുന്നു. അതിൽ ശാശ്വതമായൊരു നടപടി സ്വീകരിക്കുന്ന ഒരു പ്രോസസ്സ് ആ ഗവൺമെൻറ്റും പ്രഖ്യാപിച്ചില്ല, നടത്തിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങൾ, പുത്തുമല പോലെയുള്ള പ്രദേശങ്ങൾ, അതല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങൾ, വയനാട്ടിലെ പല ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ള പ്രദേശങ്ങളുമൊക്കെ എന്താ പുനരധിവാസത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചത് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? അവിടെ ആളുകൾക്ക് താമസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിർമ്മിച്ചിട്ടുള്ള വീടുകൾ തന്നെ പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടോ? ഉദാഹരണത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഓരോ പ്രളയ കാലഘട്ടത്തിലും കോടിക്കണക്കിന് രൂപ, ഇപ്പോഴത്തെ കണക്കനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 800 കോടിയിലധികം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുണ്ട്. ആ പണം കിടക്കുമ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ് പണം കൊടുക്കുന്നില്ല എന്നുള്ള വ്യാപകമായ പ്രചരണവും ആരോപണവും നടത്തി പത്രസമ്മേളനം നടത്തുക എന്നുള്ളതാണ് പ്രധാനമായും നടത്തിയിരുന്നൊരു പണി. അതാണ് മിസ് ചെയ്യുന്നത്. അതാണ് മിസ് ചെയ്തു എന്ന് ഇടതുപക്ഷത്തെ സൈബർ ലോകത്തിരിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നത് അത് മിസ് ചെയ്തു എന്നുള്ളത്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റം പറയാനുള്ള അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തലയിൽ വെക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെ ഇപ്പോഴില്ല എന്നുള്ളതാണ്. അതൊന്ന്. രണ്ടാമത്തത്, അന്ന് ഗവൺമെൻറ് ചെയ്തിരുന്നത് പ്രളയ മുന്നറിയിപ്പ് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇതാണൊരു പ്രധാനപ്പെട്ട ആരോപണം. അതായത് വെള്ളം പൊങ്ങിയാൽ അല്ലെങ്കിൽ ഡാമുകളിൽ വെള്ളം നിറഞ്ഞാൽ അല്ലെങ്കിൽ മഴ പെയ്താൽ ഉടനെ സർക്കാർ പത്രസമ്മേളനം നടത്തി LDF ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം ഒന്നടങ്കം കേരളം മുഴുവൻ പറയുന്നത് എന്താണ്? കൃത്യമായ മുന്നറിയിപ്പ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയില്ല, കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് കിട്ടിയില്ല. ഓരോ ഘട്ടത്തിലും കേന്ദ്ര ഗവൺമെൻറ് ഓരോ മുന്നറിയിപ്പുകൾ കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടപ്പോൾ ആ പ്രചരണം പരാജയപ്പെട്ടു. ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം, ഉരുൾപൊട്ടലുണ്ടായ സമയത്തായിരുന്നു അവസാനമായി പിണറായി വിജയൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കേന്ദ്രത്തിൽ നിന്നും ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ജനങ്ങളെ മാറ്റി പാർപ്പിക്കരുന്നത്. പക്ഷെ അന്ന് അമിത്ഷാ ഇതിനെപ്പറ്റി പറയുന്നതും കേട്ടു. ഇതിനു മുൻപേ തന്നെ നമ്മൾ അവിടുന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ആളുകൾ അത് മുഖവിലേക്ക് എടുക്കാതിരുന്നത് കൊണ്ടാണ് അത്ര വലിയ ദുരന്തം ചൂരൽമല മുണ്ടക്കൈയിൽ ഉണ്ടായതെന്ന്. എൻ്റെ ഒരു പരിമിതമായ അറിവനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാലാവസ്ഥാ വകുപ്പ്
കാലാവസ്ഥാ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന വ്യതിയാനങ്ങളെ സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പൂഴ്ത്തി വെച്ചുകൊണ്ടോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അറിയിക്കാതിരിക്കുകയോ ചെയ്തുകൊണ്ടല്ല. അതാത് പ്രദേശങ്ങളിൽ അതാത് കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തെ സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ടുകൾ ഗവൺമെൻറ്റുകൾക്ക് കൊടുക്കുകയാണ്. അതിൽ നടപടി എടുക്കേണ്ടത് ആ ഗവൺമെൻറ്റാണ്, സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഗവൺമെൻറ്റും ഇതേ ആവർത്തനം തന്നെ നടത്തി. കേന്ദ്രത്തിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയത്, കാലാവസ്ഥ റിപ്പോർട്ട് കിട്ടിയത് വൈകിയാണ് എന്നുള്ളത്. കാലാവസ്ഥ ഡിപ്പാർട്ട്മെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൃത്യമായി പറഞ്ഞല്ലോ. അതിന് എത്രയോ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇതിൻ്റെ സാധ്യതകളെ സംബന്ധിച്ചും പിന്നീട് അതാത് സമയങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തെ സംബന്ധിച്ചുമൊക്കെ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആക്ട് ചെയ്യേണ്ടത് ആരാണ്? ആ സംസ്ഥാന ഗവൺമെൻറ്റാണ് ആക്ട് ചെയ്യേണ്ടത്. അതിൽ കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിലെ പദ്ധതിയെ സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തുക. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് രാവിലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞത്, ഞങ്ങൾ ഒരു ദൂരവ്യാപകമായി ഉണ്ടാകാൻ സാധ്യതയുള്ള പദ്ധതികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് പഠിച്ച് കമ്മിറ്റി വെച്ച് പഠിച്ച് അതിന് ഞങ്ങളൊരു പദ്ധതി തയ്യാറാക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇനി 10-15 വർഷം കഴിഞ്ഞ് നടപ്പാക്കേണ്ട ഒരു പദ്ധതിയെ സംബന്ധിച്ച് ഇപ്പോൾ എല്ലാ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രളയത്തിൽ നടപടി സ്വീകരിക്കാനുള്ള പദ്ധതിയല്ല ഉണ്ടാക്കുന്നത്. ദൂരവ്യാപകമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കുന്നത് നല്ലത് തന്നെയാണ്, ശ്രമിക്കേണ്ടതുമാണ്. അതാണല്ലോ സർക്കാരിൻ്റെ ഉത്തരവാദിത്തം. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണ്ടേ? ഡാമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും നദികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ഒക്കെ സാധാരണക്കാരുടെ അവശതയിലേക്ക് പോകുന്ന തരത്തിൽ പ്രളയമുണ്ടാകുന്നത് അവസാനിപ്പിക്കാൻ ഒരു ദ്രുതഗതിയിലൊരു പദ്ധതി ഉണ്ടാവണ്ടേ? മണൽ വാരാനുള്ള നടപടികൾ സ്വീകരിക്കണം, അതല്ലെങ്കിൽ മണൽ നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം, പൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. ഇവിടെ രാഷ്ട്രീയത്തിനേക്കാൾ അപ്പുറത്ത്, രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളേക്കാൾ അപ്പുറത്ത് പ്രശ്നപരിഹാരത്തിനുള്ള ഒരു നടപടി LDF ആണെങ്കിലും UDF ആണെങ്കിലും കൊണ്ടുവരുന്നില്ല എന്നുള്ളത് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ട് ഇന്ത്യ ലൈവ് നിങ്ങൾക്കൊപ്പമുണ്ട്. ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.